വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിലെ തെരുവുകളിൽ മാലിന്യ നിക്ഷേപം തുടരുന്നു. ദൃശ്യങ്ങളിലേക്ക് പോകാം. അരൂരിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. ഭരണസമിതിയുടെ വാഗ്ദാനങ്ങൾ ജലരേഖയാകുന്നു. ദുരിതത്തിലായി നാട്ടുകാർ. അരൂർ പഞ്ചായത്തിലെ വിവിധ ഗ്രാമീണ പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിക്ഷേപം വീണ്ടും രൂക്ഷമാകുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻതൂക്കം നൽകുമെന്ന പ്രഖ്യാപനത്തോടെ അധികാരമേറ്റ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ വാഗ്ദാനങ്ങൾ വെള്ളത്തിലെ വര പോലെ ആയെന്നാണ് നാട്ടുകാരുടെ പരാതി. കാൽനടയാത്രക്കാർക്കും പരിസരവാസികൾക്കും ഒരുപോലെ ദുരിതം വിതച്ച് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പള്ളിയറക്കാവ് റോഡിലും മാലിന്യ കൂമ്പാരം. ദേശീയപാതയിൽ നിന്ന് പള്ളിയറക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന മൾട്ടിപർപ്പസ് റോഡിന്റെ വശങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ഭക്തർക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അറവുശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ തള്ളുന്നു. നമ്മുടെ ഇടറോഡുകളിലൊക്കെ പോകുമ്പോൾ മൂക്കുപൊത്തേണ്ട ഒരു ദുരവസ്ഥയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണെന്നാണ് മൾട്ടിപർപ്പസിന്റെ അവിടുന്ന് പള്ളിയറക്കാവിന്റെ അങ്ങോട്ടുള്ള റോഡ്. അവിടെ ശരിക്കും വലിയൊരു കോർപ്പറേഷൻ വേസ്റ്റ് കൂമ്പാരം പോലെ കിടപ്പുണ്ട്. അപ്പം ശുചീകരണം വാക്കിലൊതുങ്ങാതെ അത് പ്രവൃത്തി പഥത്തിൽ എത്തിയാൽ നന്നായിരുന്നു. ശുചീകരിച്ച ഇടങ്ങളിലും പഴയ പടി. അരൂർ പൂജപ്പുര അമ്മനേഴത്ത് ലിങ്ക് റോഡിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മാസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ യുവജന സംഘടനകൾ ചേർന്ന് വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്ന മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പഴയതിനേക്കാൾ വലിയ തോതിലാണ് ഇവിടെ വീണ്ടും മാലിന്യം കുന്നുകൂടുന്നത്. അന്യദേശത്തു നിന്നും മാലിന്യം എത്തുന്നു. അരൂരിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ മുതലെടുത്ത് അന്യനാടുകളിൽ നിന്നുള്ള മാലിന്യം പോലും വാഹനങ്ങളിൽ എത്തിച്ച് ഇവിടെ തള്ളുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാത്രിയുടെ മറവിലാണ് ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് CCTV നിരീക്ഷണം. മാലിന്യം തള്ളുന്ന പ്രധാന പോയിന്റുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തുക. കർശന ശിക്ഷ. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുക. പരിശോധന. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബില്ലുകൾ, രേഖകൾ എന്നിവ പരിശോധിച്ച് ഉറവിടം കണ്ടെത്തുക. ഹരിതകർമ്മസേനയുടെ സേവനം. ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് ഇത്തരമിടങ്ങളിൽ കൃത്യമായ നിരീക്ഷണവും ശുചീകരണവും ഏകോപിപ്പിക്കുക. പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം.